കത്തിക്കറി വീണ് ഉന്തി കേട്ടോ നിങ്ങള് ഒരാൾ പറയണ ചക്ക വീണെന്ന്, ഒരാൾ പറയണ കത്തി വീണെന്ന് പറഞ്ഞ് ഏതായാലും ഞങ്ങൾ തള്ളിയിട്ടിട്ടോ. എളാമ കുത്തുന്ന കൊത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു 10,000 കൊത്ത് പൈമ കുത്തിണ്ടാവും. ഏതായാലും ഇതാ മുറിഞ്ഞ് കിട്ടിയിട്ടാ ഞങ്ങളെ ചക്ക. ആദ്യം തന്നെ ആക്രാന്തം കൊണ്ട് എളാമ ഒരു ചോളം കണ്ടെടുത്ത് തൊള്ളയൊക്കെ കണ്ടിട്ട് പിന്നെ ഇതാ ചെറിയ എത്താക്കി ഇങ്ങനെ എടുക്കൽ തുടങ്ങി. നമ്മളൊരു 4 പേർക്കാർ കൂടിയിട്ടാട്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കുക. ചക്ക പൂള അങ്ങനത്തെ കൂട്ടാനുകളൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഭയങ്കര രസമാട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ ചക്ക ഒക്കെ വെട്ടി നുറുക്കി ചോള കുരു എന്ന് പറഞ്ഞ മാതിരി ഒക്കെ വേർതിരിച്ചതാണ് ഞങ്ങൾ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഫുള്ളെല്ലാ എരിഞ്ഞു വെച്ച എല്ലാ ചക്കയും ഞങ്ങൾ ആ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതാ എളാമ കൊണ്ടുപോകണം നോക്കി നിങ്ങൾ അടുപ്പത്ത് കട്ടങ്ങൾ പുറത്താട്ടോ അടുപ്പ് മൂട്ടിയത്. ചക്കച്ചെമ്പ് ഇതാ അടുപ്പത്ത് കയറ്റി ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് അവിടെ കിടന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചക്കയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. വലിയൊരു തേങ്ങ ചിരകിയത്, അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചീരാപ്പറങ്കിയാണ് ഞാൻ എടുത്തത്. ചീരുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് നമുക്ക് ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. അല്ലെ ഉണക്കൽ കറിയാണ് വെക്കണേ. ഒരു ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടി ചതച്ചിട്ടിട്ട് 2 തക്കാളി, കരിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കലിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് കൊടുമ്പുളിയാണ്. അത് കുറച്ച് അധികം ഇട്ടോളൂ കേട്ടോ, നല്ല രസമാട്ടോ. ഇനി തേങ്ങ അരച്ചതും കൂടി ചേർത്താൽ നമ്മൾ ഉണക്കൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചക്ക കൂട്ടാനും ഉണക്കൽ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇലയൊക്കെ വെട്ടിയിട്ട് ചക്ക കൂട്ടാനും ഉണക്കൽ കറിയും അച്ചാർ ആവശ്യമുള്ളവർക്ക് അച്ചാറും ഒക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് തിന്ന്. അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും കൂടുമ്പം അങ്ങനെ എല്ലാവരും ചക്ക കൂട്ടാനോ പൂള കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടി. ഓക്കെ ബൈ.